സാഗരേട്ടന്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുപറ്റിയിട്ടുണ്ടോ? ഞാൻ ആരെ പിടിച്ചാ സത്യം ചെയ്യേണ്ട? ഞാൻ പ്രതിയല്ല മഞ്ജു. എനിക്ക് മനസ്സിലായി, ഇതിന്റെ പിന്നില് അവൻ തന്നെയാ, മേഘൻ. പക്ഷെ സാഹചര്യ തെളിവുകള് സാഗരേട്ടന് എതിരായി പോയില്ലേ? കണ്ണൻ സാറും അനന്ത് സാറും ഒക്കെ വക്കീലന്മാരല്ലേ, അവര് വിചാരിച്ചാ എന്തെങ്കിലും നടക്കുമായിരിക്കും. ഞാൻ ഇവിടുന്ന് നേരെ കണ്ണേട്ടനെ കാണാനാ പോകുന്നത്. പിന്നെ മാർക്കോ ചേട്ടനും കൂട്ടുകാരും ഒക്കെ കിണഞ്ഞ് പരിശ്രമിക്കുന്നുണ്ട് സാഗരേട്ടൻ ഇവിടുന്ന് ഇറക്കാൻ. ഇവിടെ നിന്ന് ഇറങ്ങിയാലും ഉള്ള പണി പോകുന്നാ തോന്നുന്നത്. ഇനി സത്യാവസ്ഥ മനസ്സിലാവാതെ തോമസ് സാറ് എന്നെ ഡ്രൈവറായിട്ട് വെക്കും തോന്നുന്നില്ല. പണി പോകുന്നെങ്കിൽ പോട്ടെ സാഗരേട്ട, നമുക്ക് എങ്ങനെയെങ്കിലും ജീവിക്കാം. സാഗരേട്ടൻ എന്നെ വിട്ടിട്ട് ജയിലിലേക്ക് പോകാതിരുന്നാ മാത്രം മതി. ആ എത്തിയോ? അതെ, കൊച്ചിന്റെ ആങ്ങള നല്ല കാശുകാരനാണല്ലോ. പിന്നെ അയാൾക്ക് നല്ല വിലയും നിലയും സ്വാധീനവും ഒക്കെ ഉണ്ട്. അങ്ങേര് വിചാരിച്ചാൽ ചിലപ്പോ ഇവനെ പുറത്തിറക്കാൻ പറ്റിയേക്കും. പക്ഷെ അങ്ങേര് ഇടഞ്ഞു നിൽക്കുവാണെന്നാണല്ലോ മാർക്കോ പറഞ്ഞത്. സാറേ, ഒരിക്കലും സാഗരേട്ടൻ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ല. എന്റെ കൊച്ചെ, അങ്ങനെ പറഞ്ഞ ഞങ്ങൾക്കോ കോടതിക്കോ അത് കേൾക്കാൻ പറ്റുമോ? തെളിവ് സഹിതമാ ഇവനെ പിടിച്ചിരിക്കുന്നത്. പിന്നെ ഇവന്റെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ അറിയാവുന്നതുകൊണ്ട് ഞങ്ങൾ ചോദിക്കേണ്ട രീതിയിലൊന്നും ചോദിച്ചിട്ടില്ല. ഇവനോട് കടുപ്പിച്ച് സംസാരിക്കുക പോലും ചെയ്തിട്ടില്ല. ആ മേഘനാഥൻ എന്ന് പറയുന്നവനെ എനിക്കറിയാം. അവൻ ഇങ്ങനെയൊക്കെ ചെയ്തില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. പക്ഷേ അവനെതിരെ നിർത്താൻ ഞങ്ങളുടെ കയ്യിൽ വ്യക്തമായ തെളിവൊന്നുമില്ല. അപ്പൊ പിന്നെ ഞങ്ങൾക്ക് കിട്ടിയ തെളിവിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാനല്ലേ പറ്റൂ. ഇവനോട് വലിയ കാരുണ്യ ആ തോമസ് സാർ കാണിച്ചത്. ഇപ്പൊ അങ്ങേരും അതിന്റെ പേരിൽ കുടുക്കലായിരിക്കുക. ഇനിയിപ്പോ തോമസ് സാറിന്റെ പേരിൽ കേസില്ലാതാവൻ ഇവൻ പറയണം. ഇവനാണ് കഞ്ചാവ് കാറിനകത്ത് കൊണ്ടുവച്ചതെന്ന്. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.